കഴിഞ്ഞ ജൂൺ 29-നായിരുന്നു നടി മീര നന്ദന്റെ വിവാഹം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ലണ്ടനിൽ അക്കൗണ്ടന്റായ ശ്രീജു മീരയുടെ കഴുത്ത് താലി ചാർത്തി. സംഗീത നൈറ്റും മെഹന്തി ഹൽദിയുമായി മീര നന്ദൻ വിവാഹം ആഘോഷമാക്കിയിരുന്നു. വിവാഹത്തിന് ശേഷം സിനിമയിലെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി റിസപ്ഷനും ഒരുക്കിയിരുന്നു. ഇപ്പോഴത്തെ വിവാഹം കഴിഞ്ഞ് 2 മാസത്തിന് ശേഷം വീണ്ടും ഒരു റിസപ്ഷൻ ഒരുക്കിയിരിക്കുകയാണ് മീരയും ശ്രീജുവും. ശ്രീജുവിൻ്റെ ലണ്ടനിലെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടിയാണ് ഈ വിരുന്ന്. മീരയുടെ അടുത്ത സുഹൃത്തുക്കളായ നടി ആന അഗസ്റ്റിനും മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി PS-ഉം റിസപ്ഷനിൽ പങ്കെടുക്കാൻ ലണ്ടനിൽ എത്തിയിരുന്നു. ഈ ആഘോഷത്തിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോയും മീര ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട്. വിവാഹത്തിൻ്റെ അവസാന ആഘോഷം ലണ്ടൻ റിസപ്ഷൻ എന്ന ക്യാപ്ഷനോടെയാണ് മീര പോസ്റ്റ് പങ്കുവച്ചത്. ശ്രീജുവിനെ തോളിലേറ്റി സുഹൃത്തുക്കൾ വരുന്നതും മീര ഡാൻസ് ചെയ്യുന്നതെല്ലാം പോസ്റ്റിലുണ്ട്. കറുപ്പ് ഗൗണായിരുന്നു മീരയുടെ ഔട്ട്ഫിറ്റ്. കറുപ്പ് സ്യൂട്ടാണ് ശ്രീജു ധരിച്ചത്. റിസപ്ഷന് 2 ദിവസം മുമ്പേ മീര ദുബൈയിൽ നിന്ന് ലണ്ടനിൽ എത്തിയിരുന്നു. മാസങ്ങൾക്ക് ശേഷം ശ്രീജുവിനെ കാണുന്നതിൻ്റെ സന്തോഷവും മീര ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പങ്കുവച്ചിരുന്നു. ലാൽ ജോസാണ് മീരയെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. ദിലീപിൻ്റെ മുല്ല എന്ന സിനിമയിൽ നായികയായിട്ടാണ് മീര നന്ദൻ വരുന്നത്. പിന്നീട് ഒരുപാട് ചിത്രങ്ങളിൽ മീര നന്ദൻ അഭിനയിച്ചെങ്കിലും അത്ര ശ്രദ്ധിക്കപ്പെടുന്ന റോളുകളോ ആളുകൾ ഓർത്തിരിക്കുന്ന വേഷങ്ങളോ ഒന്നും മീര നന്ദൻ ലഭിച്ചിട്ടില്ല. നല്ലൊരു പാട്ട് പോലും ലഭിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. ശക്തമായൊരു കഥാപാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് പൃഥ്വിരാജിൻ്റെ പുതിയ മുഖം എന്ന സിനിമയിലെ ആ ഒരു സിനിമയിൽ ഇവർക്ക് നല്ലൊരു കഥാപാത്രത്തെ കിട്ടി. അതല്ലാതെ മറ്റു വേഷങ്ങളൊന്നും അധികം എടുത്തു പറയാവുന്ന വേഷങ്ങളൊന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. വളരെ തമിഴിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ജയറാമിൻ്റെയൊക്കെ നായികയായിട്ടുണ്ടെന്ന് തോന്നുന്നല്ല ഉണ്ട്. പക്ഷേ പടങ്ങളൊന്നും വിജയിച്ചിട്ടില്ല. മുൻനിര നായികയാകാനുള്ള അവസരങ്ങൾ ലഭിച്ചെങ്കിലും പടങ്ങൾ വിജയിക്കാത്തതുകൊണ്ട് അതിന് ആയില്ല.